നമ്മുടെ പോപ്പുലർ ലെക്ചർ സീരീസിന്റെ സമാപന ഏഴാമത്തെ പരിപാടിക്ക് വന്ന എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു. ചിലരെങ്കിലും 7 ലെക്ചർ കേട്ടവരാണ്, ചിലര് 7 ചിലരെങ്കിലും കേട്ടത്. പലരും ദീർഘ ലെക്ചർ കേൾക്കാറുണ്ട്. ആദ്യമായിട്ട് ലെക്ചർ കേൾക്കുന്നത് ഈ 7 ദിവസത്തെ ലെക്ചറിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രം. അതിൽ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളും ഇന്നും കേരളത്തിലെ ഗണിതശാസ്ത്രത്തിന്റെ ചരിത്രത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഏകദേശം ഗണിതശാസ്ത്ര രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞു. അതായത് നമ്മളൊരു കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കേരളത്തില് 1350 മുതൽ 1750 വരെ, അതിൽ തന്നെ ഏറ്റവും പ്രധാനമായും 1400 മുതൽ 1550 വരെ ഭാരതപ്പുഴയുടെ തീരത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിലനിന്നിരുന്ന ഒരു ഗണിതശാസ്ത്ര ഗുരുകുലം, ഒരു ഗുരു ശിഷ്യ പരമ്പര. അതിനെപ്പറ്റിയാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം സംഗമഗ്രാമ മാധവൻ, ഇലഞ്ഞിപ്പള്ളി മാധവൻ എംബ്രാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലം 1340 മുതൽ 1425. ഇദ്ദേഹത്തിന്റെ ഈ ഗുരുകുലത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ അക്കംപ്ലിഷ്മെന്റും ഇദ്ദേഹത്തിന്റെ ആശയങ്ങളെയും പ്രവർത്തനത്തിനെയും മുന്നോട്ട് കൊണ്ടുപോവുകയും പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം. മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും തുടക്കം മാധവൻ. പക്ഷെ അതിലൊരു കഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഈ മാധവന്റെ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങളെ പറ്റി നമ്മുടെ കയ്യിൽ അധികമൊന്നും രേഖകളില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ പറ്റി നമ്മുടെ കയ്യിൽ അധികം രേഖ. മാധവൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി പോലും നമ്മൾ അറിയുന്നത് മാധവന് ശേഷം വന്ന ശിഷ്യ പരമ്പരകളിലെ ആൾക്കാരും മാധവൻ അങ്ങനെ പറഞ്ഞു, മാധവൻ ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം കോട്ട് ചെയ്യപ്പെട്ടു. അതിന്റെ 2 കൃതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അത്ര ഗണിതശാസ്ത്രപരമായ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. ചന്ദ്രന്റെ ചലനവുമായി ബന്ധപ്പെട്ട അസ്ട്രോണമി ചില അതേ ഒരു പക്ഷെ വേറെ ഒരുപാട് എഴുതിയിട്ടുണ്ടാവാനിടയിൽ ചിലതിനെ പറ്റിയൊക്കെ പരാമർശങ്ങളും. പക്ഷെ എല്ലാം നമുക്ക് കിട്ടുന്ന മിക്കവാറും എല്ലാ തെളിവുകളും ഇൻഡയറക്റ്റാണ്. അതായത് മാധവൻ അങ്ങനെ ചെയ്തു എന്ന് മാധവന്റെ വളരെ കാലത്തിന് ശേഷം വരുന്ന ശിഷ്യ പരമ്പരപ്പെട്ട ആൾക്കാർ പറയുന്നത്. പക്ഷെ അത് ഏകദേശം വിശ്വസനീയമാണ്. കാരണം ഒരാളല്ല, നിരവധി ആൾക്കാർ പല പല കോൺടെസ്റ്റുകളിൽ അങ്ങനെ പറയുന്നത് കൊണ്ട് അത് വിശ്വസിക്കാവുന്ന കാര്യം. മാധവന്റെ ഒരു ശിഷ്യനായിട്ടുള്ള വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട വേറെ കഥാപാത്രം. അദ്ദേഹത്തിന്റെ കാലം 1360 മുതൽ 1560 വരെയാണ്. അദ്ദേഹം ആലത്തൂർ അല്ലെങ്കിൽ ആലത്തൂർ എന്നൊക്കെ പറയുന്ന തിരുവിന്റെ അടുത്തുള്ള ഗ്രാമക്കാരനായിരുന്നു. നല്ലൊരു ജ്യോതിശാസ്ത്രജ്ഞനും അതേപോലെ തന്നെ നല്ലൊരു ഗണിതശാസ്ത്രജ്ഞനും. 55 വർഷത്തോളം ഭാരതപ്പുഴയുടെ തീരത്തുള്ള മണലിൽ കിടന്ന് ഗ്രഹണം നടത്തിപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം നിലവിലുണ്ടായിരുന്ന പരഹിത സമ്പ്രദായത്തെ പരിഷ്കരിച്ചുകൊണ്ട് ദൃഗണിതം എന്നുള്ള പുതിയൊരു ഗ്രഹഗണനാ രീതി ആവിഷ്കരിച്ചു. അദ്ദേഹത്തിന്റെ മകനായിരുന്ന ദാമോദരൻ നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ സോമയാജി. അദ്ദേഹം തിരുവനന്തപുരത്ത് തൃക്കണ്ണിയൂര് കേളല്ലൂർ എന്നുള്ള ഇല്ലത്താണ്. കേളല്ലൂർ നീലകണ്ഠ സോമയാജി അല്ലെങ്കിൽ ചോമാതിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോമയാജി എന്ന് പറയുന്നത് അദ്ദേഹം സോമയാജി നടത്താണ്. എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ഹരിനാമകൃതത്തിൽ പറയുന്നുണ്ടല്ലോ, അൻപേണം മനസ്സിൽ ശ്രീ നീലകണ്ഠ എന്ന് പറയുന്നത്. അത് ഈ നീലകണ്ഠനെ പറ്റിയാണെന്നാണ് ഒരു ഐതിഹ്യം. ഇവരൊക്കെയാണ് ഈ ഗുരുകുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം. എന്നാൽ ചില അപ്രധാനമായ കഥാപാത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ കൊണ്ട് അവരത്ര അപ്രധാനമല്ലാത്തതാണ്. മാധവന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം നമ്മൾ പറഞ്ഞത് ഗ്രിഗറീസ് സീരീസ് എന്ന് പറയുന്ന 5/4 = 1 - 1/3 + 1/5 - 1/7 + 1/9 - ആ ഈ സീരീസ് വ്യാസയെ വായു നിൽക്കുന്നത് എന്ന ശ്ലോകത്തിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ ജനറലൈസേഷൻ ആയ ടാൻ ഇൻവേഴ്സ് തീറ്റയുടെ സീരീസ് എക്സ്പാൻഷനും ഇവർക്ക് അറിയാം. അതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ശരി. ഇതൊക്കെ ലീബ്നിറ്റ്സ് ഗ്രിഗറിയൊക്കെ കണ്ടുപിടിക്കുന്നത് 17-ാം നൂറ്റാണ്ടാണ്, 1674-ലും 1657-ഒക്കെ. പക്ഷെ എനിക്ക് എത്ര മുമ്പ് മാധവൻ ഇക്കാര്യം അറിയുന്നു. ഇതിന് ഈ മുകളിൽ പറഞ്ഞ സീരീസിന്റെ പ്രൂഫ് യുക്തിഭാഷയിൽ വളരെ വിശദമായി, അതായത് ഇന്നത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പോലും അംഗീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രൂഫ്, വളരെ വിശദമായ പ്രൂഫ് യുക്തിഭാഷയിൽ വന്നു. വളരെ പ്രധാനപ്പെട്ട വേറെ കഥാപാത്രമാണ് ചിത്രഭാഷ. നീലകണ്ഠന്റെ ശിഷ്യനായിരുന്നു 1475 മുതൽ 1550 വരെ. അദ്ദേഹത്തിനെ പറ്റി അധികം കാര്യങ്ങൾ നമുക്കറിയില്ല. ചോരൻ ഗ്രാമക്കാരനാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി കരുണാമൃതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. എക്സ് വൈ എന്നുള്ള രണ്ട് ഇന്റീജർ അൺനോൺസ് ഉണ്ടെങ്കിൽ അതിന്റെ x+y, x-y, x² + y², x² - y², x³ + y², y³ x³ - y³ എന്നുള്ള 7 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കാവുന്ന ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട വേറെ കഥാപാത്രമാണ് പറങ്ങോട്ട് ജ്യേഷ്ഠദേവൻ എന്നുള്ളത്. 1500 മുതൽ 1600 വരെയാണ് ജീവിച്ചത്. ഇദ്ദേഹം ഏകദേശം തൃക്കണ്ടിയൂർക്കാരോ തൃപ്പറങ്ങോട് എന്നൊരു അമ്പലം. ഈ അമ്പലം ഈ പറങ്ങോട്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേര്. ചേർക്കുന്നത് ബഹുമാനം ചേർക്കാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊരു ഇല്ലക്കാരാണ്. ഏകദേശം ഈ തിരൂർ ഭാഗക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി യുക്തിഭാഷ. യുക്തിഭാഷ വളരെ കുറച്ചധികം സമയം യുക്തിഭാഷയെ പറ്റി പറയാൻ വേണ്ടി ചിലവാക്കാൻ. കാരണം യുക്തിഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ്. ഒരു പ്രാധാന്യം നമ്മുടെ പ്രിയപ്പെട്ട മലയാള ഭാഷയിലാണ് യുക്തിഭാഷ. അതും 1530 അടുപ്പിച്ച് കൃത്യമായിട്ട് യുക്തിഭാഷ ഇത് നമുക്കറിയില്ല. ഏകദേശം 1530 അടുപ്പിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ചില എവിഡൻസ് ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുണ്ട്, കൃത്യമായിട്ട് നമുക്ക് പറയാം. എന്നാൽ അത്രയും പഴയ കാലത്ത്, അത് വെച്ചാൽ നമ്മുടെ മലയാള ഭാഷയുടെ തുടക്കക്കാലം, ഏകദേശം നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ എന്താ മലയാളത്തിന്റെ പിതാവാണെന്ന് വല്ല പറയാം. ഏകദേശം അദ്ദേഹമൊക്കെ ജീവിച്ച കാലത്തിന്റെ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷ രൂപീകരിച്ച് വരുന്നുണ്ടാവും. ഈ മലയാള സ്ക്രിപ്റ്റിലൊക്കെ പുസ്തകങ്ങളും ചായകൃതങ്ങളും എഴുതാൻ തുടങ്ങിയ കാലം. അപ്പൊ ആദ്യകാലത്ത് വരുന്ന മലയാളത്തിലെ ഒരു ഗദ്യകൃതി കൂടിയാണ്. അതിന് പുറമെ ലോകോത്തരമായ, ആ കാലത്ത് ലോകത്തിന് എവിടെയും കണ്ടുപിടിക്കാത്ത, വേണമെങ്കിൽ ഇതിനെപ്പറ്റി പ്രൊഫസർ P.P. ദിവാകരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ലോകത്തിലെ 1ാമത്തെ കാൽക്കുലസ് ടെസ്റ്റ്. അതൊരു ഇത്തിരി അതിശോക്തി ഉണ്ടാവുമെന്ന് അറിയില്ല, എങ്കിൽ പോലും കുറച്ചൊക്കെ കാര്യം. അത്രയും പ്രധാനപ്പെട്ട ഒരു ബുക്ക് നമുക്ക് ഈ മലയാള ഭാഷയിൽ ഈ 1530 ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതിനെ പറ്റി കുറച്ചുകൂടി വിശദമായി പറയാം. മാത്രമല്ല വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, 1530 ഒരു നമ്പൂതിരി മലയാള ഭാഷയിൽ ഒരു പുസ്തകം എഴുതി എന്നുള്ളതിന് വളരെ വിശേഷപ്പെട്ട കാര്യം. കാരണം അന്നത്തെ മാത്രമല്ല അതിനുശേഷം ഒരുപാട് നൂറ്റാണ്ടുകളിൽ നമ്പൂതിരിമാരുടെ പ്രധാനപ്പെട്ട ഭാഷ, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഭാഷ സംസ്കൃതം. മാത്രമല്ല മിക്കവാറും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്ന നമ്പൂതിരിമാരായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള സംസ്കൃതമല്ലാത്ത ഒരു ഭാഷയിൽ ഇങ്ങനെയുള്ള ഗണിതശാസ്ത്ര കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഇല്ല സാധാരണ. പക്ഷെ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അതായത് മലയാളത്തിൽ ഒരു പുസ്തകം എടുത്തെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്പൂതിരിമാർക്ക് വേണ്ടിയല്ല. അന്നത്തെ നമ്പൂതിരിമാരല്ല, അതിന് ശേഷം ഒരുപാട് നൂറ്റാണ്ട നമ്പൂതിരിമാരും സംസ്കൃതത്തില് സാധാരണ സംസാരം ഈ എന്താ പറയാ ഈ തമാശ ശ്ലോകങ്ങളും ശൃംഗാര ശ്ലോകങ്ങളും വരെ സുലഭമായിട്ട് സംസ്കൃതത്തിൽ എഴുതുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടരുടെ ഇടയിൽ പെട്ടെന്ന് കയറിയിട്ട് മലയാളത്തിൽ എഴുതണം എന്ന് പറഞ്ഞാൽ ഈ അറിവുകളൊക്കെ കൂടുതൽ ജനകീയമാക്കണം, നമ്പൂതിരിമാരല്ലാത്ത മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കുമല്ലോ.
മലയാളത്തിൽ എഴുതാൻ വേണ്ടി അദ്ദേഹം പ്രത്യേക താല്പര്യപ്പെടുന്നു. അങ്ങനെ ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാമൂഹിക സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ പോലെയല്ലേ, ഇന്നിപ്പോ മലയാളത്തിൽ ഗണിതശാസ്ത്രം എഴുതാന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യം. കാരണം കേരളത്തിലുള്ള ആൾക്കാരിൽ എല്ലാവർക്കും ഗണിതശാസ്ത്രം പഠിക്കേണ്ടതാണ്, അതിന് ഒരുപാട് ആവശ്യമുണ്ട്. എന്നിട്ട് പോലും മലയാളത്തിൽ ഗണിതശാസ്ത്ര പുസ്തകങ്ങൾ സത്യം പറഞ്ഞാൽ വളരെ കുറവ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും, അതായത് അറിവ് കേരളത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും കിട്ടാൻ നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലമാണ്. എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കാലമാണ്. എല്ലാവർക്കും ഇത് ആവശ്യമുള്ള ഒരു കാലമാണ്. എങ്കിൽ പോലും മലയാളത്തില് ആവശ്യത്തിന് ഗണിതശാസ്ത്ര പുസ്തകങ്ങൾ നമുക്ക് കിട്ടാനില്ല. മാത്രമല്ല, ഗണിതശാസ്ത്രം മലയാളത്തിൽ പഠിപ്പിക്കാനോ മലയാളത്തിൽ പുസ്തകം എഴുതാനോ തന്നെ നമുക്കൊക്കെ തന്നെ പേടിയുള്ള ഒരു കാര്യം. ഇപ്പോ 10ാം തരം വരെയുള്ള പുസ്തകങ്ങൾ ഗണിതശാസ്ത്ര പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. പക്ഷെ 11, 12 മലയാളത്തിൽ എങ്ങനെ ഗണിതശാസ്ത്ര പുസ്തകങ്ങൾ എഴുതുന്നത് എന്നുള്ളത് വളരെ കാര്യമായി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആ ലെവലുള്ള ഗണിതശാസ്ത്ര പദങ്ങൾ എങ്ങനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യണം എന്നൊക്കെ നമ്മൾ വളരെ കൂലങ്കഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. വളരെ വിഷമം പിടിച്ച ഒരു പ്രശ്നമാണ് അതെന്നുള്ള ഒരു ഇതെല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ 1930 ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. +2 ലെവലോ അല്ലെങ്കിൽ BSc ലെവലിലോ ഉള്ള ഉയർന്ന ഗണിതശാസ്ത്ര കാര്യങ്ങള് പറങ്ങോട്ട് നമ്പൂതിരിക്ക് മലയാളത്തിൽ വളരെ ഇൻഫോർമലായിട്ട് ഉള്ള ഭാഷയിൽ സംസ്കൃതമൊക്കെ കലർന്നെങ്കിൽ പോലും എഴുതാൻ ഒരു വിഷമം വന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വേറെ ഒരു പ്രധാനപ്പെട്ട ആണ് തൃക്കുടവേലി ശങ്കരവാര്യർ. 1500 മുതൽ 1560. അദ്ദേഹം സംസ്കൃതത്തില് ക്രിയാക്രമഗതി, യുക്തിദീപിക എന്നുള്ള 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങൾ ഏകദേശം നമ്മുടെ യുക്തിഭാഷയിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് സംസ്കൃതത്തിലായതുകൊണ്ട് ഈ പുസ്തകങ്ങളൊക്കെ കൂടുതൽ വിപുലമായിട്ട് അറിയപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിലെ പുസ്തകം മലയാളികൾക്ക് മാത്രമല്ല വായിക്കാൻ മനസ്സിലാവുള്ളൂ. അതിന് ഇംഗ്ലീഷ് തർജ്ജമയൊക്കെ പബ്ലിഷ് ചെയ്ത് വളരെ ചെയ്തേ. പക്ഷെ ഈ ക്രിയാക്രമഗതി, യുക്തിദീപികയൊക്കെ സംസ്കൃതത്തിലായതുകൊണ്ട് വൻതോതില് പ്രചാരം ഉണ്ടായിരുന്നു, കൂടുതൽ ആൾക്കാർ അറിയണ്ടായിരുന്നു. അദ്ദേഹം മലയാള കൃതി എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ക്രിയാകല. അതിൽ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ നാട് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കടിക്കാണ്. അദ്ദേഹത്തിന്റെ ക്രിയാക്രമഗതി അദ്ദേഹം ഒറ്റയ്ക്ക് എഴുതിയതല്ല, അതിന്റെ അവസാന ഭാഗം എഴുതിയത് നാരായണൻ. വേറൊരു നമ്പൂതിരി. മറ്റൊരു ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളും നമ്പൂതിരിമാര് ഭട്ടതിരി, സോമയാജി, ഇപ്പൊ കഴിഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ ആള് വായക എന്ന് പറഞ്ഞത് അമ്പലവാസി. അതായത് അമ്പലമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അലർച്ചിലുള്ള ഒത്താശകളൊക്കെ സ്കൂളുകാരികൾക്ക് ചെയ്തു കൊടുക്കുന്ന സംഭവങ്ങളാണ്. കുറെ സംഭവങ്ങൾ അതിൽപ്പെട്ട ഒരു സംഭവം. ഈ സമൂഹത്തിലുള്ള വലിയൊരു ഗുണത്തിൽ ഇവർക്ക് നമ്പൂതിരിമാരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പല നമ്പൂതിരിമാരും ഇങ്ങനെയുള്ള അമ്പലവാസി വീടുകളിൽ സമ്പത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവര് അമ്പലത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് നമ്പൂതിരിമാരുമായി വളരെയധികം അടുത്ത് ഇടപഴകാൻ ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സംസ്കൃതം പഠിക്കാനും ഇവർക്കൊക്കെ കൂടുതൽ അവസരം കിട്ടിയിട്ടുണ്ട്. മറ്റ് സമുദായങ്ങൾക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ അവസരം കിട്ടിയിട്ടുണ്ട്. ഈ ചില അമ്പലവാസി സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ പോലും സംസ്കൃത പ്രവീണരായിട്ടുണ്ട്. ശ്രീരാമദന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി എഴുതിയത് ഒരു വാരസ്യാരാണെന്ന് പറച്ചിലുണ്ട്, കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പൊ ഈ നമ്പൂതിരിമാരെ ബന്ധം കൊണ്ട് അമ്പലവാസികൾക്ക് സംസ്കൃത ജ്ഞാനം ഈ പറഞ്ഞ വിഷയങ്ങളുടെ അറിവുകൾ കിട്ടിയിരുന്നു. അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് ഈ പറഞ്ഞ അമ്പലവാസികളായ ചില ആൾക്കാരെയും വിഷയത്തിൽ പണ്ഡിതരായി വരുന്നത്. അങ്ങനെപ്പെട്ട വേറൊരാളാണ് തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി. അദ്ദേഹം ജ്യേഷ്ഠദേവന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. 1560 മുതൽ 1621 വരെ വ്യാകരണം, ജ്യോതിഷം, വൈദ്യം, അലങ്കാരം തുടങ്ങിയ നിരവധി വിഷയങ്ങളിലെ പണ്ഡിതൻ. അദ്ദേഹത്തിന് വേറൊരു പ്രശസ്തിയും കൂടിയുണ്ട്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ ഗുരു കൂടിയാണ്. ഗുരു മാത്രമല്ല, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ പാടിന് ഇദ്ദേഹത്തിന്റെ മരുമകളുമായി സംബന്ധമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ വളരെ സുഖലോലുപനായി നടന്നിരുന്ന മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിനെ അറിവിന്റെ മേഖലകളിലേക്കും കാവ്യശാസ്ത്രത്തിലേക്കൊക്കെ നയിച്ചത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത്. അത് തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ട്. തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു പറ്റില്ല. റിഡക്ഷൻ ടു ദ എക്ലിപ്റ്റിക് എന്ന് പറഞ്ഞ ഒരു കറക്ഷൻ നേരത്തെ കണ്ടു, ടേക്കബ്രഹയേക്കാൾ മുൻപ് കണ്ടുപിടിച്ചു. അതൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ
ഈ ഇദ്ദേഹത്തിന്റെ ഈ തൃക്കണ്ടൂർ എക്സ്പെഷ്യാലിറ്റിക്കും നീലകണ്ഠനും ഒക്കെ അവരുടെയൊക്കെ കണക്കുകൂട്ടൽ രീതികളെ പറ്റിയിട്ടുള്ള ഒരു വിശകലനം ഈയിടെ നടത്തിയപ്പോൾ ആൾക്കാർ മനസ്സിലായത് അവരൊക്കെ ഉപയോഗിക്കുന്ന കണക്കുകൂട്ടൽ രീതിയുടെ ഉള്ളിൽ ഒരു പ്ലാനറ്ററി മോഡൽ ഉണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് ഗ്രഹങ്ങളൊക്കെ ഭൂമി ഒഴിച്ചുള്ള ഗ്രഹങ്ങളൊക്കെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കും. ആ സൂര്യനും ഈ പറഞ്ഞ ഗ്രഹങ്ങളൊക്കെ പാടെ കൂടി ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഒരു മോഡൽ. ഇത് നമ്മളെ പഴയ മോഡലിനും പുതിയ മോഡലിനും ഇടയിലും ഇല്ലേ? കോപ്പർനിക്കസിന്റെ അടുത്ത് എത്തിയിട്ടില്ല. എന്നാൽ പഴയ മോഡലല്ലാതെ ഇത് രണ്ടും കൂടി ഇടയിലും ഇത്തരത്തിലുള്ള ഒരു മോഡൽ ടൈക്കോ ബ്രാഹെ പിന്നീട് ആവിഷ്കരിച്ചത്. പക്ഷെ അതിനേക്കാളും മുമ്പ് തന്നെ ഇവര് ഇത്തരത്തിലുള്ള ഒരു മോഡൽ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ചില ഗവേഷകന്മാർ ഈയിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എനിക്കത് 100% ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യമായ ഒരു വാദം ഇവിടെ നിലവിൽ കുറെ ഗണിതശാസ്ത്രന്മാര് ഫിസിക്സ് ഒക്കെ പ്രാവീണ്യം വെച്ച ആൾക്കാർ ഇങ്ങനത്തെ തരത്തിലുള്ള അപ്പൊ അവർ പറഞ്ഞാൽ ഇതിലുള്ള കാര്യം ശ്രദ്ധിക്കുന്നത് ഇവിടെ ഉള്ളത് കണക്കുകൂട്ടൽ വിദ്യയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഫിസിക്സിനെ കുറിച്ചിട്ടോ ഇതിന്റെ എന്താ പറയാ ഡൈനാമാറ്റിക് മോഡലിനെ പറ്റിയിട്ടോ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇവർ താരതമ്യം ശ്രദ്ധിക്കില്ല. ഇവര് ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ കണക്കൂട്ടിയിട്ട് ഇതിന്റെ പൊസിഷൻ എങ്ങനെ കണക്കൂട്ടുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ പല കണക്കൂട്ടൽ രീതികളും ആവിഷ്കരിച്ചു. ഇത് ഒരു രീതി വർക്ക് ചെയ്യാതെ വരുമ്പോൾ അവരെന്ത് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല രീതികൾ അങ്ങനെ അവര് ട്രയൽ ആൻഡ് എറർ വഴി ഈ രീതിനെ പരിഷ്കരിക്കുക ചെയ്തത്. പക്ഷെ ഇങ്ങനെ പരിഷ്കരിച്ച് പോയാൽ കിട്ടിയ ഇവരുടെ രീതി കണ്ടാൽ ഇത് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു പ്ലാനറ്ററി മോഡലിനെ ബന്ധപ്പെടുത്തിയാണോ എന്ന് സംശയിക്കുന്നു. അപ്പൊ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി വളരെയധികം എക്സ്പെർട്ട് അല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ എനിക്ക് ഉറപ്പിച്ച് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഒരു വാദം, അങ്ങനത്തെ ഒരു പഠനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട അക്കോംപ്ലിഷ്മെന്റ് ആണ്. അതായത് ഈ ഭൂമി കേന്ദ്രീകൃതമായ ഒരു സിസ്റ്റത്തിൽ നിന്ന് സൂര്യ കേന്ദ്രീകൃതമായ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നതിന്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. മാത്രമല്ല അത് ഇങ്ങനെ ഒബ്സർവേഷനിലൂടെ കാൽക്കുലേഷനിലൂടെയും ഇവർ വന്നു. കാര്യമായ ടെലസ്കോപ്പോ അങ്ങനെയുള്ള മറ്റ് ശാസ്ത്രീയമായ അറിവുകളൊന്നും ഇല്ലാതെ എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുകയാണ്. പക്ഷെ ഇത് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ കമ്പ്യൂട്ടേഷൻ മോഡൽ ഇവർ അറിയാതെ വന്ന് വെട്ടതാണോ അതോ ഇങ്ങനത്തെ ഒരു പ്ലാനറ്ററി മോഡൽ അവരുടെ കൃത്യമായ മനസ്സിലുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കേണ്ടതായി. പിന്നെ വേറെ പക്ഷെ വെച്ചാൽ ഇവര് ഈ താളിക ഗ്രന്ഥങ്ങളിലൊക്കെ കാര്യങ്ങൾ പറയാന്നല്ലാതെ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമുദായം ഇവർക്ക് അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ വല്ല പ്ലാനറ്ററി മോഡൽ കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ അറിയില്ല. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു വേറെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പുതുമന സോമയാജി. അദ്ദേഹത്തിന്റെ കാലം 1660 മുതൽ 1740 വരെയാണ്. അപ്പൊ ഏകദേശം ഈ പാരമ്പര്യമൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അദ്ദേഹം പ്രധാനമായിട്ടൊരു ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജ്യോതിഷ കൃതികളൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുണ്ട്. കാരണപദ്ധതി അദ്ദേഹത്തിന്റെ കൃതി വളരെ ഗണിതശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായും പ്രാധാന്യമുള്ളതാണ്. 1732 പബ്ലിഷ് ചെയ്തത്. അതില് പല ഗണിതശാസ്ത്ര തത്വങ്ങളുണ്ട്. ഈ അവസാന കാലത്ത് വരുന്ന വേറൊരു ഗണിതശാസ്ത്രജ്ഞനാണ് കടത്തനാട് ശങ്കരവർമ്മ. 1801 മുതൽ 1839 AD വരെയാണ്. ഒഞ്ചിയിൽ അപ്പുത്തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി സദ്രത്നമാല എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഗുരുകുലത്തിന്റെ ഗവേഷണ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും അത് വളരെ നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ ചെയ്യാൻ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഈ ഗുരുകുലത്തിന്റെ അവസാന കാലത്ത് വന്ന ഒരുപക്ഷെ അതോടുകൂടി ഒന്നും ഈ പാരമ്പര്യം അവസാനിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളിതിനു വേണ്ടി മനസ്സിലാക്കേണ്ടത് തുടക്കത്തില് പാരമ്പര്യം മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മാധവൻ കഴിഞ്ഞപ്പോ മറ്റേ പരമേശ്വരൻ നീലകണ്ഠൻ തുടങ്ങിയ കാലത്ത് അത് അതിന്റെ ഏറ്റവും ടോപ്പിൽ സ്ഥിതിയിലെത്തി. പിന്നീട് അത് കുറച്ച് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ അവസാന ആവുമ്പോഴേക്കൊക്കെ അത് ടേപ്പർ ഓഫ് ചെയ്ത് ക്രമേണ മോശം പഠിക്കുന്നത്. പക്ഷെ അതിന്റെ അവസാനത്തെ ചില ചെറിയ ചലനങ്ങളാണ് ഇപ്പൊ കണ്ട. അവരുടെ എന്താ പൈയുടെ വില നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 17 ദശാംശത്തിനൊക്കെ പൈയുടെ വില കണക്കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സത്യസന്ധമായി വരുന്നുണ്ട്. പൈയുടെ വില കണക്കൂട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഇതാണ്. പൈയുടെ ഈ ഡെസിബസിൽ വളരെയധികം ഈ ഒരു കൃത്യമായ ഒരു വ്യവസ്ഥ
സാധാരണ ഇപ്പൊ നമ്മള് ചില നമ്പറുകളുടെ ഒക്കെ ഡെസിമൽ പാറ്റേൺ ഡെസിമൽ എക്സ്പാൻഷനിൽ ഒരു പാറ്റേൺ ഉണ്ടാവും. ഇവിടെ ഒരു പാറ്റേൺ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഈ ഇങ്ങനെയാകുമ്പോൾ സംഭവിക്കുന്ന രീതിയിൽ ഒരു കൃത്യമായ പാറ്റേൺ കണ്ടെത്താത്തതോടെ തന്നെ ഇതിന്റെ ഡെസിമൽ പ്ലേസിൽ കണ്ടുപിടിക്കാനുള്ള താല്പര്യം ജനങ്ങളുടെ കൂടി വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ഒളിഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. കാരണം ഒരു പാറ്റേൺ ഇല്ലെന്ന് നമുക്ക് കയറി പറയാൻ പറ്റും. കാരണം എല്ലാ ഡെസിമൽ പ്ലേസും കിട്ടിയാലല്ലേ പാറ്റേൺ ഇല്ലാന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഡെസിമൽ പ്ലേസ് എന്താ എത്ര കമ്പ്യൂട്ട് ചെയ്താലും പിന്നെയാണ് പറയണം വായിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ട്രില്യൺസ് ഓഫ് ഡെസിമൽ പ്ലേസസ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് കണക്കൂട്ടാനുള്ള ശ്രമം ഉണ്ടാകും. ഇത് ഇപ്പോഴും തുടങ്ങിയതല്ല. ഇത് ഇന്ത്യയിലെ ആൾക്കാർ മാത്രം ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ആർക്കിമിഡീസിന്റെ പ്രവർത്തനത്തിനെ പറ്റി പറഞ്ഞു, ആര്യഭടന്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു. ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ പല രാജ്യത്തും ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളിലും നടന്നിട്ടുണ്ട്. 1540 മുതൽക്ക് 1610 വരെ ജീവിച്ചിരുന്നവരാണ് ലുഡോൾഫ് വാൻ ക്വിൽ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം 35 ഡെസിമൽ പ്ലേസിന് 1596 35 ഡെസിമൽ പ്ലേസ് താമസിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു അക്കോംപ്ലിഷ്മെന്റ് ആയിട്ടാണ് ഇത് വിചാരിച്ചത്. അദ്ദേഹം 2.62 സൈഡിലുള്ള ഒരു പോളിഗൺ ഇൻസ്ക്രൈബ് ചെയ്യും സർക്കംസ്ക്രൈബ് ചെയ്യും ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒരു പൈയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൈയുടെ പരിധി, സർക്കിളിന്റെ പരിധി കണക്കൂട്ടണം. സർക്കിളിന്റെ പരിധി കണക്കൂട്ടാൻ എന്താ വെച്ചാൽ സർക്കിളിന്റെ ഉള്ളിൽ ഒരു പോളിഗൺ ഇൻസ്ക്രൈബ് ചെയ്യുക, ഒന്ന് സൂപ്പർ സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിന്റെ രണ്ടിനെയും വലിപ്പം കണക്കൂട്ടാൻ. അത് വെച്ചുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഒരു അപ്പർ അപ്രോക്സിമേഷൻ, ഒരു ഓവർ അപ്രോക്സിമേഷൻ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അത് ആവറേജ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഒരു ആദ്യകാലത്ത് നടന്ന പ്രവർത്തനം നടത്തിയത്. ഇദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു കേട്ടോ. അവസാനം ഇയാൾ പറഞ്ഞത് എന്താ പറയുക, ഇതിന്റെ ശവം കുടിച്ചിട്ട സ്ഥലത്ത് നമ്മളൊരു കല്ല് വെക്കുക, ടോം സ്റ്റോൺ. ആ ടോം സ്റ്റോണിൽ ഈ ഇദ്ദേഹത്തിന്റെ വില എഴുതണം, ഈ പറഞ്ഞ കണ്ടുപിടിച്ച വില എഴുതണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടത് പറഞ്ഞു. ഈ ജർമ്മനി ഭാഗത്തൊക്കെ ഈ ഫൈനെ പറ്റി ലുഡോൾഫ് നമ്പർ എന്നൊരു പേരിനാണ്. ഇദ്ദേഹമാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയതുകൊണ്ട് ഈ നമ്പറിനെ തന്നെ ലുഡോൾഫിന്റെ പേരിലാണ് അറിയപ്പെട്ടത്. ജർമ്മനി ഭാഗം, ജർമ്മൻകാരനാണ്. ഈ കേരളത്തിലെ ഗണിതശാസ്ത്രന്മാരുടെ കോൺട്രിബ്യൂഷനും ഇന്ത്യയിലെ ഗണിതശാസ്ത്രന്മാരുടെ കോൺട്രിബ്യൂഷനും ഒക്കെ പഠിക്കുന്ന പല ആൾക്കാർക്കും പറ്റുന്ന ഒരു വീട്ടിൽ വെച്ചാല് അവര് ഇതിനെ ഇന്ത്യയിലും കേരളത്തിലും മാത്രം വെച്ചുകൊണ്ട് കാണണം. ഞാൻ ആദ്യമൊക്കെ പറയുന്നത് ഇത് ഇങ്ങനെയല്ല ഇതിനെ കാണുന്നത്. ഈ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ട മോട്ടിവേഷൻസ് ഒക്കെ പല നാഗരികതയിലുള്ള ആൾക്കാരുണ്ട്. നമ്മളതിന് ഉദാഹരണങ്ങൾ ഇന്നത്തെ എന്റെ ലെക്ചറിന്റെ തുടക്കം മുതൽക്ക് നിങ്ങൾ ഈ പ്രവണത മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ മറ്റു പല നാഗരികതകളിലും എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയുകയും അതിന് ഇത് കമ്പയർ ചെയ്യാനുള്ള ശ്രമം ഞാൻ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് ഈ ലെക്ചറിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പൊ ചൈനയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ, ചൈനയിലെ ഗണിതശാസ്ത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ വിപുലമായ ഒരു ഗണിതശാസ്ത്ര പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതേപോലെ പഠിച്ചിട്ടുണ്ടാവില്ല തോന്നുന്നു. അങ്ങനത്തെ ലിറ്ററേച്ചർ അവൈലബിൾ ആണ് ഇന്റർനെറ്റിലും മനസ്സിലാക്കേണ്ടതാണ്. അതിൽപ്പെട്ട ലിയു ഹുയിയുടെ ഒരു വർക്കിനെ പറ്റി പറയുന്നത്, അതായത് ഒരു റെഗുലർ പോളിഗൺ ഒരു സർക്കിളിലൂടെ ഡിസ്ക്രൈബ് ചെയ്ത വഴി അദ്ദേഹം 3927/1250 എന്നൊരു വില കണ്ടുപിടിച്ചു. അതായത് 3.1416 ഏകദേശം 243. അപ്പൊ ആര്യഭടൻ കണ്ടുപിടിച്ച വില തന്നെയാണ് ലിയു ഹുയി കണ്ടുപിടിച്ചത്. പക്ഷെ ഒരുപാട് മുമ്പ്. അപ്പൊ ഇതെല്ലാം പറയട്ടെ, ആര്യഭടന്റെ വിലയെ പറ്റി വാഴ്ത്തുമ്പോ വളർന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിൽ ആര്യഭടൻ ഈ ചൈനക്കാരുടെ വില കോപ്പി ചെയ്ത് അയക്കോളൊന്നുമില്ല, ആവാനുള്ള സാധ്യതയില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ഒരാളുടെ അക്കംപ്ലിഷ്മെന്റ്, നമ്മുടെ ഒരാളെ അക്കംപ്ലിഷ്മെന്റ് പറയുമ്പോൾ
ആ കാലത്ത് ലോകത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ നടന്ന അക്കോംപ്ലിഷ്മെന്റുകളുമായിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞു. അതുപോലെ വേറെ ചോങ് ഈ എന്ന് പറഞ്ഞിട്ട് ആള് 429 മുതൽ 500 വരെ കാലത്ത് ജീവിച്ച ആളാണ്. അദ്ദേഹം 355/113 ദൂരപ്പുറം, അതായത് 3.141592 തൃശ്ശൂർ. അതായത് ഡെസിമൽ പ്ലേസ് 6 ഡെസിമൽ പ്ലേസ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ആര്യഭട്ടന്റെ വില വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ വേണം ഈ ഇന്ത്യയിലെ ആൾക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരുടെ ഗണിതശാസ്ത്ര പ്രവർത്തനത്തെ പറ്റി മനസ്സിലാക്കുന്നത്. ഇന്റർനാഷണൽ ആയിട്ട് എന്ത് മറ്റു സ്ഥലങ്ങൾ നടക്കുന്നു അതിനെ ഈ വീട് എങ്ങനെ കമ്പയർ ചെയ്യണം. ഇനിയിപ്പോ അങ്ങനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മോശക്കാരായിട്ടൊന്നും വരില്ല. കാരണം ഇവരൊന്നും അത് നോക്കി ചെയ്തതല്ല. എങ്കിൽ പോലും ആര്യഭട്ടന്റെ കോൺട്രിബ്യൂഷൻ അത്ര മോശം എന്നാണ്. അതിൽ ആര്യഭട്ടൻ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങൾ, മറ്റുള്ളവരെ അതിശയിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനം, അതായത് ഈ ആവശ്യമില്ലാത്ത നാഷണലിസം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കണം. അദ്ദേഹത്തിന്റെ നാഷണലിസം വളരെ അപകടകരമായ കാര്യമാണ്. ഒരുപാട് മനുഷ്യര് മരിച്ചുപോയത് നാഷണലിസം കാരണമാണ്. ഇതിനാവശ്യമില്ലാതെ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ ഗണിതശാസ്ത്ര ഗവേഷണം ഇപ്പം വളരെ ഇന്റർനാഷണൽ. ഇന്ത്യയിലെ ഗണിതശാസ്ത്രന്മാരൊക്കെ വർക്ക് ചെയ്യുന്ന പലരും ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഗണിതശാസ്ത്രന്മാരുമായി സഹകരിച്ചതാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇന്റർനാഷണലിസം ശരിക്കും ഗണിതശാസ്ത്രത്തിനുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. അതിൽ ഇങ്ങനെയൊക്കെ റാഷണലായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ വളരെ ചുരുങ്ങിയ ദേശീയ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചിന്തിക്കുന്നത്. അതല്ലാതെ ഇന്ത്യയിലെ ഗണിതശാസ്ത്രം മാത്രമാണ് മറ്റുള്ളതൊന്നും കേമല്ല. മാത്രമല്ല ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പരസ്പര ബന്ധം ഇല്ലാതെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണ. ചൈനക്കാരുടെ കാര്യം മാത്രമല്ല, അറബികളുടെ കാര്യം മോശം. എനിക്ക് തോന്നുന്നു എന്റെ ലെക്ചറിലെ അറബികളുടെ കോൺട്രിബ്യൂഷനെ പറ്റി വേണ്ടത്ര ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അതൊരു പോരായ്മയില്ല. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് പറയുന്നത്. ഈ അറബികളുടെ ഗണിതശാസ്ത്ര കോൺട്രിബ്യൂഷനെ പറ്റി ഒരുപാട് പറയാം. ഇതുപോലുള്ള ചില കോമ്പിനേറ്റോറിയൽ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നത് നടന്നിട്ടുണ്ട്. ചിലതൊക്കെ ഞാൻ എന്റെ ലെക്ചറിന്റെ ഇടയിലും അവിടെ കൂടി സൂചിപ്പിക്കേണ്ടത്. പക്ഷെ അതിനെ കൂടുതൽ പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ അറിയാം ഇതൊക്കെ എന്താ പറയുക, ഇതൊന്നും അത്ര കണ്ടുപിടിക്കാൻ വിഷമമുള്ള കാര്യങ്ങളാണ്. ഇതുപോലുള്ള കോമ്പിനേറ്റോറിയലുള്ള പല കാര്യങ്ങളും ഞാൻ വേരു പ്രസ്ഥാനത്തിനെ പറ്റി പറഞ്ഞില്ല, അതുപോലത്തെ കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് വർക്കുകൾ നടത്താം. ഞാനത് വേണ്ടതുപോലെ അധികം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അധികം അതിനെ പറ്റി വളരെ പറഞ്ഞതെന്ന് പറഞ്ഞുള്ളൂ. ഒരുപാട് ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് ഫിബൊനാച്ചിനെ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. അൽകാഷ് വളരെ പ്രധാനപ്പെട്ട ഒരു അറബ് മാത്തമാറ്റീഷ്യനാണ്. 1430 പൈയുടെ വില അദ്ദേഹം 12 ഡെസിമൽ പ്ലേസ് കണ്ടു. ഇത് പോളിഗണൽ അപ്രോക്സിമേഷൻ തന്നെയാണ്. അതായത് സർക്കിളിന് ഒരു പോളിഗണോണ്ട് അപ്രോക്സിമേഷൻ. അപ്പൊ കണക്കൂട്ടലിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഇത്രയും കൃത്യമായിട്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള മാധവന്റെ ഒക്കെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയേണ്ട കാര്യം. അതിൽ ഇതുപോലെ പല രാജ്യങ്ങളിലും ഈ ഇതുപോലെയുള്ള പൈയുടെ വില കണക്കൂട്ടാനുള്ള ശ്രമങ്ങളും നടത്തും. അപ്പൊ ഏകദേശം നല്ലൊരു പിക്ചർ ഉണ്ട്. ഈ പൈന്റെ മൊത്തത്തിൽ അതിന്റെ ചരിത്രം തന്നെ പട്ടികയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓരോ രാജ്യങ്ങളിലെ ഓരോ കാലം നടന്ന. അപ്പൊ ഇതിങ്ങനെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മുടെ അക്കോംപ്ലിഷ്മെന്റുകളെ വിലയിരുത്താൻ. എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ഗണിതശാസ്ത്രജ്ഞന്മാരുടെ അക്കോംപ്ലിഷ്മെന്റ്സ് ഈ പൈയുടെ വില കണക്കുകൂട്ടുന്നതിൽ മറ്റുള്ളവരെക്കാളും വളരെ മുന്നിലാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ അത്ര മുന്നിലല്ലെങ്കിൽ പോലും നമുക്ക് വേറെ നൽകും. അത് നവീനമായ ചില രീതികൾ പൈയുടെ വില കണക്കൂട്ടലിൽ കൊണ്ടുവന്നുള്ളതാണ് ഇന്ത്യ കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞന്മാരുടെ ഒരു കഴിവ്. അല്ലാതെ പൈയുടെ വില കൂടുതൽ കൃത്യമായി കണ്ടുപിടിച്ചു എന്നുള്ളത് മാത്രം. അക്കാര്യത്തിൽ ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ നന്നായി ചെയ്ത ഒരു ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും പുതിയ രീതികൾ, ഉദാഹരണമായിട്ട് ഈ ഇൻഫിനിറ്റ് സീരീസ് ഉപയോഗിക്കും. ഇൻഫിനിറ്റ് സീരീസിലെ റൗണ്ട് ചെയ്യുന്നിടത്തുണ്ടാവുന്ന കറക്ഷൻസ് എസ്റ്റിമേറ്റ്. അതേപോലെ ഇൻഫിനിറ്റ് സീരീസിനെ തന്നെ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള, കൂടുതൽ വേഗത്തിൽ കൺവേർട്ട് ചെയ്യുന്ന പുതിയ ഇൻഫിനിറ്റ് സീരീസുകൾ കണ്ടുപിടിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ് ഇന്ത്യ പ്രദേശത്തിൽ പൈയുടെ വില കണക്കൂട്ടലിൽ കേരളത്തിൽ കൊടുത്ത കോൺട്രിബ്യൂഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം പൈയുടെ വില എത്ര കൂടുതൽ വില എത്ര വേഗത്തിൽ കണ്ടുപിടിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ അടിസ്ഥാനപരമായ
സങ്കല്പങ്ങളിലുള്ള പുരോഗതി കേരളത്തിലുള്ള ഗണിതശാസ്ത്രകാരൻ നടത്തിയുള്ള അവിടെയാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് മാർക്ക് കണ്ടത്. മറ്റതിൽ അത്ര കേമല്ല തന്നെ. അപ്പൊ വേറെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാരതപ്പുഴയുടെ തീരം, ഇതിന് തിരുവണ്ണാവ മുതൽക്ക് തിരുവൂർ വരെയുള്ള ഭാഗം ഇവിടെ വളരെ വിപുലമായ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ നടന്നു ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ ഗണിതശാസ്ത്ര പ്രവർത്തനം മാത്രം തന്നെ നടത്തും. ഈ പ്രദേശത്ത് എല്ലാ അറിവിന്റെ മേഖലകളിലും കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇതുപോലുള്ള നിരവധി ഗുരുകുലങ്ങളുണ്ട്. മാത്രം ഒരുപാട് കേരള സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രതിഭാശാലികളിൽ സംഭാവന ചെയ്തത് ഭാരതപ്പുഴ തീരത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് തുഞ്ചത്തെഴുത്തച്ഛൻ തൃക്കണ്ടിയൂർ തന്നെയാണ്. നമ്മുടെ നീലകണ്ഠ സ്വാമിയാജിയുടെയും ഒക്കെ നാടാണ്. സ്വാമിയാജിയുടെ ശിഷ്യനാണോ എന്ന് തന്നെ സംശയിക്കുന്നുണ്ട്. ഏകദേശം ആ കാലത്താണ് അദ്ദേഹം ജനിച്ചത്. അതേപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടൻ, അദ്ദേഹം നമ്മൾ പറഞ്ഞ തൃക്കണ്ടിയൂർ അച്യുതപിഷാരടിയുടെ ശിഷ്യനും മരുമകളുടെ ഭർത്താവുമാണ്. അതുപോലെ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ ഇങ്ങനെ ഏറ്റവും വലിയ പ്രസിദ്ധി നാരായണി എഴുതിയതാണ്. പക്ഷെ അതിലും പ്രധാനപ്പെട്ട പ്രവർത്തനം അദ്ദേഹം ചെയ്തതാണ് ഈ പ്രക്രിയ സർവസ്വം എന്നുള്ള ഒരു കൃതി. അത് സംസ്കൃത ഭാഷയ്ക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നാരായണീയത്തിനേക്കാളും കൂടുതൽ കനപ്പെട്ട ഒരു സംഭാവന പ്രക്രിയ സർവസ്വമായി. നാരായണൻ മോശമെന്നല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ട നാരായണീയത്തിനെ പോലെ കവിതകൾ എഴുതാൻ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നില്ല. പ്രക്രിയ സർവസ് എഴുതാൻ വേറൊരാൾ കേരളത്തിലുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ് ഈ ഭാഷ, സംസ്കൃത ഭാഷയുടെ അതിന്റെ പദസമ്പത്തിനെ പറ്റിയിട്ടും വ്യാകരണത്തിനെ പറ്റിയിട്ടും ഒക്കെ വളരെ ഡീപ്പായിട്ടുള്ള അറിവുള്ളതാണ്. ഈ ഭാഗത്തിന് തൃപ്പറങ്ങോട് തന്നെ വേറെ ആള് തിരുമംഗലത്തെ നീലകണ്ഠൻ മൂസൻ, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് മനുഷ്യാലയ ചന്ദ്രിക. മനുഷ്യാലയ ചന്ദ്രിക ആർക്കിടെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കേരളത്തിലെ ഈ ഗൃഹനിർമ്മാണ രംഗത്ത് നിരവധി നൂറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്യുന്നത് ഈ മനുഷ്യാലയ ചന്ദ്രികയും അതിന്റെ ഡിറൈവ്ഡായിട്ട് അന്ന് ഉണ്ടാവുന്ന മറ്റു പുസ്തകങ്ങൾ. നമ്മുടെ കേരളീയ വാസ്തുശില്പശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാന പ്രധാനപ്പെട്ട ഗ്രന്ഥാണത്. അത് മാതംഗലീല എന്നൊരു പുസ്തകം. മാതംഗലീല എന്താ പറയുക, ആനയുടെ പരിചരണവും ആനയുടെ ചികിത്സയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് കേരളത്തില് ആനക്കൊമ്പും കേരളത്തിലെ ചില പ്രദേശത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ആനകളെ എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ ചികിത്സിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ആ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ് മാതംഗലി. അതിന്റെ അപ്പൊ ഇതുപോലെ ഞാൻ ഇതിനോട് കാരണം പെട്ടെന്ന് ഞാൻ മനസ്സിൽ കിട്ടി പറഞ്ഞത് ഈ പ്രദേശത്ത് അങ്ങനെയല്ല, നിരവധി. ഇപ്പോ വേറൊരു പ്രധാനപ്പെട്ട ഗുരുകുലാണ് ഇവിടെയൊക്കെ പല പ്രധാനപ്പെട്ട ഇല്ലങ്ങളിലും. അത് വലിയ ഗുരുകുലമായിട്ടാണ്. ആ ഇല്ലത്ത് കുറെ പണ്ഡിതന്മാരുണ്ടാവും, മറ്റുള്ള പണ്ഡിതന്മാർ അവിടെ അങ്ങനെ അവിടെ വന്ന് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതുപോലത്തെ ഒരുപാട് പ്രധാനപ്പെട്ട ഇല്ലങ്ങൾ ഈ പ്രദേശത്ത്